നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാറ്റ് GPT യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് അനാലിസിസ് എങ്ങനെ നടത്താമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ ചാറ്റ് GPT ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ട്രേഡ് ചെയ്യേണ്ട ചാർട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഏത് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മൾ ഓപ്പൺ ആയിരിക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഗോൾഡിൻ്റെ 5 മിനിറ്റ് ചാർട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ചാറ്റ് GPTയോട് ചോദിച്ചു നോക്കാം. ജസ്റ്റ് ഈ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. എടുക്കുന്ന ടൈമിൽ നമ്മൾ ഫുള്ളായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, ഈ ഒരു സ്ക്രീനാണ് ഞാനിപ്പോൾ ചാറ്റ് GPTയിൽ കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നിലവിൽ 5 മിനിറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ 1 ഹവറിൻ്റെ ചാർട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ചാർട്ട് ഇപ്പോൾ നിലവിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ 1 ഹവറിലോട്ട് വന്നു. ഏകദേശം നമ്മളൊന്ന് ചാർട്ട് റീസെറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ചാർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോംപ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് ചാറ്റ് GPT തരാൻ പോകുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1 ഹവർ ചാർട്ട് അനലൈസ് ചെയ്തപ്പോൾ മാർക്കറ്റ് ഇതിലൊരു കറക്ഷൻ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഫേസിലാണെന്നാണ് പറയുന്നത്. ആഫ്റ്റർ എ സ്ട്രോങ് റാലി ഈ ഒരു പ്രൈസിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിലെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, സപ്പോർട്ട് സോൺ ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ചാർട്ടിലോട്ട് വന്നപ്പോൾ അതിൻ്റെ എൻട്രിയും ടൈമിങ്ങും എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ നമുക്ക് സെറ്റപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ട്രക്ചർ ഏകദേശം ഒരു ബുള്ളിഷ് ആണ് കാണിക്കുന്നത് 5 മിനിറ്റിൽ ചെറിയ ടൈം ഫ്രെയിമിൽ വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ വെച്ചിട്ട് 2 സെറ്റപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 സെറ്റപ്പ്, ഒരു ബൈ സെറ്റപ്പ് വന്നിട്ടുണ്ട്, ഒരു സെൽ സെറ്റപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 മെത്തേഡും കൂടെ ഒന്ന് ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 3340 3360 റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3340 എന്ന് പറയുന്ന ലെവൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് റെസിസ്റ്റൻസ് സോൺ വരുന്നത്. സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 3260 3240 ലെവലാണ്. ഓക്കെ, ഈ ഒരു ലെവലാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലെവൽ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്ന ഒരു ലെവലായിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ട്രേഡിലോട്ട് സെറ്റപ്പ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 2 സെറ്റപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബൈ സെറ്റപ്പാണ്, അതുപോലെ സെൽ സെറ്റപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈ സെറ്റപ്പാണ് നോക്കുന്നുണ്ടെങ്കിൽ 3315 മേളിൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രേഡ് നോക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഈ ലെവലിന് മേളിൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് നടത്തുകയാണെങ്കിലാണ് നമ്മൾ ബൈ നോക്കുന്നത്. ടാർഗറ്റ് നമുക്ക് 3330 വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 3340 45-നകത്ത് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ
3300 എന്ന് പറയുന്ന വാല്യൂ ആണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ റിസ്ക് റിവാർഡായിട്ട് വരുന്നത് 1:1.66 ആണ് റിസ്ക് റിവാർഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഈ ഒരു ലെവലിലോട്ട് പ്രൈസ് എത്തുന്ന ടൈമിലായിരിക്കും നമ്മൾ എൻട്രി നോക്കുന്നത്. ഈ ഒരു ലെവലിൽ പ്രൈസ് എത്തുന്ന ടൈമിലായിരിക്കും നമ്മളൊരു എൻട്രി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ChatGPT-യിൽ നമ്മൾ ഒരു അനാലിസിസ് ചോദിച്ചപ്പോൾ തന്ന റിസൾട്ട്. ഇനി ഒരു സെൽ സെറ്റപ്പ് നമുക്ക് നോക്കാം. 3300 എന്ന് പറയുന്ന ഒരു ലെവലും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നോക്കണം. 3300 എന്ന് പറയുന്ന ലെവൽ, ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 3316 ആണ്. അതേപോലെ നമുക്ക് ടാർജറ്റ് വരുന്നത് 1:2-ൽ ടാർജറ്റ്, സെക്കൻഡ് ടാർജറ്റ് വരുന്നത് 3265 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സെൽ സെറ്റപ്പ് ആണെങ്കിലുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാർക്കറ്റ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ChatGPT നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് എല്ലാ മാർക്കറ്റിലും ഈ ഒരു മെത്തേഡ് തന്നെ നോക്കാം. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഇൻട്രാഡേ ആണെങ്കിലും നമ്മൾ ആ ഒരു രീതിയിലുള്ള പ്രോംപ്റ്റ് മാത്രം കൊടുത്താൽ മതിയാവും. ഓക്കെ.